സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന വ്യക്തിയല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തീരുവകളുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക ആകട്ടെ പാകിസ്ഥാനുമായി കൂടുതൽ ചങ്ങാത്തം കൂടാൻ ശ്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇന്ത്യ ടുഡേക്ക് നൽകിയൊരു പ്രത്യേക അഭിമുഖത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത്തരത്തിൽ മോദിയെക്കുറിച്ച് വാചാലനായി സംസാരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന്, അതായത് വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്ന പുടിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു അഭിമുഖം നടത്തിയിരിക്കുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള 90% ഉഭയകക്ഷി ഇടപാടുകളും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ വിശാലമായ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ തന്നെ ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അതുല്യമായ ചരിത്രത്തെയും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. മാത്രമല്ല ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ കൈവരിച്ച വളർച്ചയെ അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 77 വർഷം എന്ന അത് താരതമ്യേന കുറഞ്ഞ കാലയളവിൽ രാജ്യം ശ്രദ്ധേയമായ വളർച്ചയാണ് നേടിയിരിക്കുന്നത്.